സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൽ തഖ്വ വെച്ച് ജീവിക്കണമെന്നും മുസ്ലിമായി മരിക്കാൻ ജാഗ്രത കാണിക്കണമെന്നും ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹ വഇലൈഹി യുർജഊൻ. മിമ്പറുകളിലൊക്കെയും ഇബ്രാഹീമി മില്ലത്ത് ചർച്ച ചെയ്യുന്ന ഒരു സമയമാണിത്. എന്താണ് ഇബ്രാഹീമി മില്ലത്ത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില വസ്തുതകളുണ്ട്. പലപ്പോഴും മുസ്ലിങ്ങളിൽ ചിലരെങ്കിലും ദീനിനെ ഒരു ഫാഷനായി കൊണ്ട് നടക്കുകയും പുതുതായി കടന്നു വരുന്ന എല്ലാറ്റിനെയും പുണരാൻ ആവേശം കാണിക്കുകയും ചെയ്യുന്ന ചില സ്വഭാവക്കാരുണ്ട്. നിലപാടുകളിൽ ഇളക്കമുണ്ടാകാൻ പാടില്ല എന്നതാണ് ഇബ്രാഹീമി മില്ലത്ത്. പക്ഷെ ചിലത് ഇളക്കി പ്രതിഷ്ഠിക്കേണ്ടി വരും, മാറ്റേണ്ടി വരും. അതെപ്പോഴാണ്? താൻ ഇതുവരെ ഉൾക്കൊണ്ട നിലപാട് പ്രാമാണികമായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. ആ ബോധ്യത്തിൽ നിന്ന് പ്രാമാണികമായ നിലപാടുകളിലേക്ക് തിരിച്ചു വരുന്നത് അതൊരു നിലപാടില്ലായ്മയല്ല, ശരിയായ നിലപാടാണ്. ഇബ്രാഹീമി മില്ലത്ത് എന്ന് പറയുന്നതാണ് ദീനുൽ ഇസ്ലാം. നമ്മുടെ ദീനായ ഇസ്ലാം, അതാണ് ഇബ്രാഹീമി മില്ലത്ത്. ചില ആളുകളെങ്കിലും സർവവേദങ്ങളും ശരിയാണെന്നും അതിനാൽ സർവ മതങ്ങളും ശരിയാണെന്നും വിശ്വസിക്കുന്നു. അങ്ങനെ പറയുന്നവർ എല്ലാ വേദങ്ങളും പരിശോധിച്ചിട്ടാണോ? അല്ല. പുതിയ കാലത്ത് അത്തരം വാദങ്ങൾക്ക് തുടക്കം കുറിച്ചവർ പോലും ആദ്യഘട്ടങ്ങളിൽ എല്ലാ വേദങ്ങളെയും പരിശോധനാ വിധേയമാക്കി എടുത്ത നിലപാടുമായിരുന്നില്ല ഈ സർവ്വവേദങ്ങളും ശരിയാണ്, സർവ്വ മതങ്ങളും ശരിയാണ് എന്ന നിലപാട്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചോദ്യമുണ്ട്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ. അള്ളാഹുവിൻ്റെ ദീനല്ലാത്തതിനെയാണോ അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ തേടുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. വല്ലാത്തൊരു ചേർത്തുവെക്കലാണ് ഖുർആൻ നടത്തിയത്. അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റി നിർത്തി മറ്റു വല്ല ദീനിനെയുമാണോ അവർ തേടുന്നത്, അന്വേഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, എന്നാൽ ആകാശങ്ങളും ഭൂമിയുമൊക്കെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത വ്യവസ്ഥയാണ് അംഗീകരിക്കുന്നത്. ആ വ്യവസ്ഥക്കാണ് അസ്ലമ എന്നിവിടെ ഉപയോഗിച്ചത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അസ്ലമ എന്നതിൻ്റെ ഇസ്മു ഫാഇലാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതിനെ പ്രയോഗവൽക്കരിക്കുന്നവനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയുമൊക്കെ അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥയനുസരിച്ചാണ് നിലനിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. തൗഅൻ ഔ കർഹൻ, തൗഅൻ വകർഹ, ഒന്നുകിൽ സ്വമേധയ അല്ലെങ്കിൽ ഒരു ചോയ്സ് ഇല്ലാത്ത വിധം നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ. ആ വ്യവസ്ഥയെ ഇവരൊക്കെയും അംഗീകരിക്കുന്നു. വഇലൈഹി യുർജഊൻ, എല്ലാം അവസാനിച്ച് എല്ലാം മടങ്ങിച്ചെല്ലുന്നതും അള്ളാഹുലേക്കാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആകാശഭൂമികളൊക്കെയും അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്.
ആ വ്യവസ്ഥയുടെ വിധാതാവ് തന്നെയാണ് നമുക്കും ഈ ദീൻ നൽകിയത്. അപ്പോൾ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നത് ഈ ഇസ്ലാമാണ്. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ. ഇബ്രാഹിം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, അല്ലെങ്കിൽ യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. എന്നാൽ അദ്ദേഹം ഹനീഫായ മുസ്ലിമായിരുന്നു, വക്രതയില്ലാത്ത മുസ്ലിമായിരുന്നു, കാപ്പട്യമില്ലാത്ത മുസ്ലിമായിരുന്നു. അദ്ദേഹവും യാക്കൂബ് അലൈഹി ഇസ്ലാമയും അവിടെ മക്കൾക്ക് നൽകുന്ന സതുപദേശങ്ങളിൽ ഒന്ന് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതേ എന്നാണ്. അപ്പൊ ഇസ്ലാം, മുസ്ലിം എന്നത് ഇബ്രാഹിമി മില്ലത്താണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ 5 നേരവും ആവർത്തിച്ച് നമസ്കാരത്തിലൊരു നിർബന്ധ പ്രാർത്ഥനയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വചനങ്ങൾ. റബ്ബേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണമേ, മുന്നോട്ട് കൊണ്ടുപോകണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആ സിറാത്തുൽ മുസ്തഖീം നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. എന്നാൽ മഗ്ദൂബിൻ്റെയോ ദാലിൻ്റെയോ വഴിയിലൂടെ നീ ഞങ്ങളെ കൊണ്ടുപോകരുതേ. ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെയും തഫ്സീറുകളൊക്കെയും ഈ മഗ്ദൂബും ദാലും ആരാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് എന്നാണ്. അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിച്ച ആരും, വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ജൂത ക്രിസ്ത്യാനികളുടെ നിലപാട് സ്വീകരിച്ച ആരും ഈ മഗ്ദൂബിലും ദാലിലും പെടും. അതുകൊണ്ട് ആ മാർഗത്തിലല്ല, നേരായ മാർഗത്തിലൂടെ നീ ഞങ്ങളെ കൊണ്ടുപോകണമേ. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ. അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹ് ആവശ്യപ്പെട്ടതാണ്, ഇതാണ് എൻ്റെ മുസ്തഖീമായ വഴി. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ദീനാണോ ദഅവത്ത് ചെയ്തത്, ആ ദീനിൻ്റെ പേരെന്താ? അത് ഇസ്ലാമാണ്. അത് മനുഷ്യനിർമ്മിതമല്ല, പ്രവാചകന്മാരാൽ നിർമ്മിക്കപ്പെട്ടതുമല്ല. പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് അവക്കൊക്കെയും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളടക്കമുള്ളവർക്ക് അവിടെ ജീവിതത്തിൻ്റെ ഒരു നിദാനമായി, വ്യവസ്ഥയായി, വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സ്വീകരിക്കേണ്ട ഒരു നിയമമാണ് ഈ പറഞ്ഞത്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ ഫത്തബിഊഹു. അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ. ഇതര വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി. നാട്ടിൽ കാണുന്ന എല്ലാ വഴികളും ശരിയാണ്, എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവയെ പിന്തുടരാൻ ശ്രമിച്ചാൽ യഥാർത്ഥ വഴിയിൽ നിന്ന് ഫതഫറഖ ബികും അൻ സബീലി, അള്ളാഹ് കാണിച്ചു തന്ന, പ്രവാചകന്മാരിലൂടെ വിശദീകരിച്ചു തന്ന യഥാർത്ഥ വഴിയിൽ നിന്ന് അത് ഭിന്നിച്ചു പോകും. ഖുൽ ഹാദിഹി സബീലി. ഒന്നും പറയുക, ഇതാണ് എൻ്റെ സബീല്. അദ്ഉ ഇലല്ലാഹ്. ഞാൻ ക്ഷണിക്കുന്നത് കക്ഷിത്വത്തിലേക്കല്ല, അള്ളാഹുവിലേക്കാണ്. നാട്ടിൽ കാണുന്ന എല്ലാ മതങ്ങളും ശരിയാണെന്ന വികലമായ വിശ്വാസത്തിലേക്കുമല്ല. ഇസ്ലാം മാത്രമാണ് ശരി, അതനുസരിച്ച് ജീവിച്ച് ഒരാൾ മരിക്കുമ്പോഴാണ് മുസ്ലിമായി മരിക്കുന്നതും നാളെ പരലോകത്ത് മോക്ഷത്തിന് കാരണമാകുന്നത് എന്നുമാണ്. അപ്പോൾ അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഇത് വെറുതെ ഒരു സങ്കല്പമല്ല, ശരിയായിരിക്കാം എന്നൊരു തോന്നലുമല്ല, ശരിയായ ഉൾക്കാഴ്ചയോടുകൂടി ദൃഢബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അന വമനിത്തബഅനി, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റുന്നവരും ഈ ബസീറത്തിലാണുള്ളത്. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അപ്പോൾ വളരെ വ്യക്തമായി ഇബ്രാഹിമി മില്ലത്ത് എന്താണ്, ഇസ്ലാം എന്താണ്, നാം ഉൾക്കൊള്ളേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ഏത് ദീനാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടുത്തെ അടുത്തേക്ക്
വിവിധ ദൗത്യ സംഘങ്ങൾ ഇസ്ലാം പഠിക്കാൻ വേണ്ടി കടന്നു വരാറുണ്ട്. അവരിൽ പലപ്പോഴും ജൂത സമുദായത്തിലെയും ക്രൈസ്തവ സമുദായത്തിലെയും ആളുകളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഹിജ്റ 6-ാം വർഷം മുതൽക്ക് മക്കയുടെയും മദീനയുടെയും അല്ലെങ്കിൽ ഹിജാസിന് പുറത്തേക്ക് ദഅവത്ത് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രഗത്ഭരായ സഹാബത്തിനെ വിളിച്ചു വരുത്തി ആ ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏൽപ്പിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു. പേർഷ്യയിൽ ചെന്നവരുണ്ട്, റോമിൽ ചെന്നവരുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് ഈ ദീൻ അവരെ ആ നാട്ടുകാരെ പഠിപ്പിക്കുകയായിരുന്നു. ആ നാട്ടുകാരുടെ ദീനൊക്കെയും ശരിയായിരുന്നെങ്കിൽ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മതവിശ്വാസങ്ങൾ ശരിയായിരുന്നെങ്കിൽ, അത് മോക്ഷത്തിൻ്റെ ഒരു മാർഗമായിരുന്നെങ്കിൽ, എന്തിനാണ് ഈ കഷ്ടപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സഹിച്ചത് എന്ന് നമ്മൾക്ക് ഉത്തരം പറയേണ്ടി വരും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു അഗ്നി ആരാധകന്റെ മകനായിരുന്നു. പിതാവ് ഏൽപ്പിച്ച ദൈവത്തെ, അതായത് അഗ്നിയെ കെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ അഗ്നിയാകുന്ന ദൈവത്തെ ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ഞാൻ പറയുന്ന ചില വാക്കുകളൊക്കെ ഇൻവെർട്ടഡ് കോമയിലാണ് ചേർക്കേണ്ടത്. അദ്ദേഹം അതിനിടയ്ക്ക് ഒരു ക്രൈസ്തവ ദേവാലയത്തിനരികിലൂടെ നടന്നു പോകുന്നു. അവിടെ പ്രാർത്ഥനകളും അവിടെ ആരാധനകളും അദ്ദേഹം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതായി തോന്നി. അദ്ദേഹം പിതാവിൻ്റെ ഈ ദൗത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. വിവിധ ക്രൈസ്തവ പുരോഹിതന്മാരുടെ കൂടെ അവിടെ കീഴിൽ ജോലി ചെയ്തു. അവസാനത്തെ ക്രൈസ്തവ പുരോഹിതനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ കാലശേഷം ഞാൻ ആരെയാണ് അഭയം പ്രാപിക്കേണ്ടത്, അവലംബിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലശേഷം നിനക്ക് അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ കാണുന്നില്ല. പക്ഷേ മദീനയിൽ ഒരാൾ വരാനുണ്ട്. ആ മദീനയിൽ ചെന്ന് നിനക്ക് പിൻപറ്റേണ്ട, അവലംബിക്കേണ്ട ഒരാളെ നിനക്ക് കിട്ടും. അദ്ദേഹം അവിടുന്ന് മദീനയിലേക്ക് രക്ഷപ്പെടുന്നു. മദീനയിൽ വന്ന് ഒരു ജൂതൻ്റെ ഭൃത്യനായി സേവനം ചെയ്യുന്നു. അപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞ് പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ചില പരീക്ഷണങ്ങൾ നടത്തി ബോധ്യപ്പെട്ട് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നത്. അദ്ദേഹം നിലകൊണ്ട നിലപാടുകളൊക്കെ ശരിയായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടുകളുടെ ആവശ്യമില്ല, ഇസ്ലാമിനെ തേടി നടക്കേണ്ട ആവശ്യമില്ല, പ്രവാചകനെ തേടി നടക്കേണ്ട ആവശ്യമില്ല. നജ്റാനിൽ നിന്ന് 60 പേരടങ്ങുന്ന ഒരു ദൗത്യ സംഘം മദീനത്ത് വന്നു. നജ്റാനെ കുറിച്ച് പറയുന്ന ഒരു ഘട്ടത്തിൽ സൂറത്ത് ബുറൂജിൽ വമാ നഖമൂ മിൻഹും ഇല്ലാ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് പറയുന്നുണ്ട്. അന്നത്തെ നജ്റാനിലെ വിശ്വാസികൾ ശരിയായ മുസ്ലിങ്ങളായിരുന്നു. പിന്നീട് പൗലോസിന്റെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ മതം അവരെയും കൂടെ പിടിച്ചു വിഴുങ്ങുകയും അവരിലേക്ക് തെറ്റായ വിശ്വാസങ്ങൾ കടന്നു വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹി ഇസ്ലാം ദൈവപുത്രനാണ് എന്ന വിശ്വാസം നജ്റാനിലേക്കും കടന്നു വന്നു. ഇന്ന് ഷിയ സുന്നി ആശയങ്ങളിലെ വ്യതിരിക്തത മറന്ന്, വ്യത്യാസങ്ങൾ മറന്ന് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുകയും രണ്ടിനെയും ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതുപോലെ ഈസാ അലൈഹി ഇസ്ലാമയുടെ യഥാർത്ഥ ശിഷ്യന്മാരിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാമിനെയും പൗലോസിന്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ക്രിസ്തുമതത്തെയും അത് പിന്നീട് രണ്ടും ഒന്നാകുന്നതാണ് നാം കാണുന്നത്. ആ നജ്റാനിലെ ദൗത്യസംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് അവർക്ക് അറിയേണ്ടത്. ഹൽ ഹുവ അബ്ദുൻ വ റസൂൽ, ഈസ അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ ദൂതനുമാണോ? അം ഇലാഹുൻ, അല്ലെങ്കിൽ സ്വതന്ത്രനായ ഒരു ദൈവമാണോ? ഔ ഇബ്നു ഇലാഹിൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സന്താനമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ഈസയുടെ ഉപമ അള്ളാഹുവിന്റെ അടുക്കൽ ആദമിന്റെ ഉപമ പോലെയാണ്. ഖലഖഹു മിൻ തുറാബ്, ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഒരാൾക്ക് മാതാവും പിതാവും ഇല്ല, ഈസാ പ്രവാചകന് പിതാവില്ല. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, ആദം അലൈഹി ഇസ്ലാമയുടെ സൃഷ്ടി മണ്ണിൽ നിന്ന് പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹുവിൻ്റെ ഒരു വചനമുണ്ടായി. അതേതാണ്? കുൻ എന്ന വചനം. ആ വചനം തന്നെയാണ് ഈസാ അലൈഹി ഇസ്ലാമയിലും സംഭവിച്ചത്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ
കെലിമത്തുള്ള എന്നൊരു പ്രയോഗം കാണാം. ദൈവത്തിൻ്റെ വചനം. ബൈബിളിൻ്റെ പരാമർശങ്ങളിലും ഈ വചനം എന്ന വാക്ക് കാണാൻ പറ്റും. എല്ലാം അള്ളാഹുവിൻ്റെ വചനം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദം അലൈഹിസ്സലാമയിലും ഈ വചനം തന്നെയാണ് പ്രവർത്തിച്ചത്. ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിയിലും കുൻ എന്ന അള്ളാഹുവിൻ്റെ വചനം തന്നെയാണ് പ്രവർത്തിച്ചത്. അവർക്കിടയിലുള്ള തർക്കം നീണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നജ്റാനിലെ ക്രിസ്ത്യാനികളുടെയും തമ്മിലുള്ള തർക്കം നീണ്ടു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുബാഹലക്ക് വെല്ലുവിളിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. ഫഖുൽ തആലൗ നദ്ഉ അബ്നാഅനാ വ അബ്നാഅക്കും വ നിസാഅനാ വ നിസാഅക്കും വ അൻഫുസനാ വ അൻഫുസക്കും. നമുക്കൊരു ശാപപ്രാർത്ഥന നടത്താം, ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്താം. ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മക്കളും ഞങ്ങളുടെ മക്കളും, നിങ്ങളുടെ സ്ത്രീകളും ഞങ്ങളുടെ സ്ത്രീകളും, നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് ചേരാം. സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനതല്ലാഹി അലൽ കാദിബീൻ. ഈ രണ്ട് ആശയധാരയിൽ കള്ളത്തിന് കൂടെ നിൽക്കുന്നവർക്കെതിരെ അള്ളാഹുവിന് ശാപം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്നൊരു നിബന്ധന വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരെയും അറിയിച്ചു. ആദ്യത്തിൽ അവർ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ, അവിടെ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരെയും ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമീപിച്ചു. അവർക്ക് ഭയപ്പാടുണ്ടായി. ഈ ശാപപ്രാർത്ഥനയിൽ നിന്ന് അവർ വിട്ടുനിന്നു. ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ മതങ്ങളും ശരിയാണെങ്കിൽ, നിലവിലുള്ള ക്രിസ്തുമതവും ജൂതമതവും അവിടെ വേദങ്ങളും അവതരിപ്പിക്കപ്പെട്ട അതേ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു? എന്തിനും അവരുമായി ഒരു മുബാഹലക്ക് തയ്യാറായി? ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം മില്ലത്ത് എന്ന് നമ്മൾ പറയുന്ന ഈ ദീനുൽ ഇസ്ലാമാണ് ശരി എന്ന് നമുക്ക് ബോധ്യപ്പെടും. സൂറത്ത് മാഇദയിൽ അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ അൽയൗമ യഇസല്ലദീന കഫറു മിൻ ദീനിക്കും ഫലാ തഖ്ശൗഹും വഖ്ശൗൻ. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നു. ബദറും ഉഹുദുമൊക്കെ അതിനവർ തയ്യാറായത് നമ്മളിപ്പോൾ ശ്രമിച്ചാൽ ഈ ദീനിനെ ഇല്ലാതാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അനേകം യുദ്ധങ്ങൾ കഴിഞ്ഞു, കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും അവർ അഴിച്ചുവിട്ടു നോക്കി. പക്ഷെ ഇസ്ലാം വളർന്നു. ഫലാ തഖ്ശൗഹും വഖ്ശൗനി. അതുകൊണ്ട് ഇനി അവരെ പേടിക്കേണ്ട, എന്നെ പേടിച്ചാൽ മതി. തുടർന്ന് വരുന്ന ആ വാക്യം ഏതാണ്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഒരു വിശ്വാസിക്ക്, മുസ്ലിമിന് ഇങ്ങനെ ഒരു സർവവേദ സത്യവാദത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധം, ഒരു സർവ മത സത്യവാദത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധം കൃത്യമായും അല്ലാഹു പറയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് പൂർത്തിയാക്കി തന്നു. അക്മലക്കും അത്മംക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഭാഷാപരമായി കാണാൻ പറ്റും. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇനി ഏതാണ് ദീൻ എന്ന് സംശയിക്കണ്ട. ദീനായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്ന മില്ലത്ത് ഇബ്രാഹിം. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയോട് ഏറ്റവും അടുത്ത ആളുകൾ ആരാണ്? ലല്ലദീന തബഉഹു. ഒന്നാമതായി അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ. അദ്ദേഹം ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ. വഹാദൻ നബിയു, ഈ പ്രവാചകൻ. അതാരാ? അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ആമനു, ആ പ്രവാചകനിൽ വിശ്വസിച്ചവരും. ഇവരാണ് ഇബ്രാഹിമി മില്ലത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹുവാണ് വിശ്വാസികളുടെ വലിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. മുഹമ്മദിൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ ലാ യഹൂദിയുൻ വലാ നസ്രാനിയുൻ. ഈ ഉമ്മത്തിൽപ്പെട്ട ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ, അവർ രണ്ടു കൂട്ടരും മാത്രമല്ല, ഈ ഉമ്മത്തിൽപ്പെട്ട ആരും ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവരാരൊക്കെയാവട്ടെ, സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും
എന്നിൽ വിശ്വസിക്കാതെ ജൂതൻ ജൂതനായും ക്രിസ്ത്യൻ ക്രിസ്ത്യനായും മരിച്ചാൽ അവൻ നരകക്കാരനാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾ ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അയാൾ അറിയുന്നു. നമ്മുടെ നാവിലൂടെ, നമ്മുടെ പ്രസംഗങ്ങളിലൂടെ, നമ്മുടെ എഴുത്തുകളിലൂടെ, നമ്മുടെ ലേഖനങ്ങളിലൂടെ, നമ്മുടെ ദഅവത്തിലൂടെ, ഏതാണ്ടൊക്കെ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും അതറിയാം. എന്നിട്ടും ആ പ്രവാചകനിൽ വിശ്വസിക്കാതെ ജൂതൻ ജൂതനായും ക്രിസ്ത്യൻ ക്രിസ്ത്യനായും മരിച്ചാൽ അവൻ നരകക്കാരനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ജൂത ക്രിസ്ത്യാനികൾക്ക് വാദം ഉണ്ടായിരുന്നല്ലോ, വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു. അവർ പറയും നിങ്ങൾ ഒന്നുകിൽ ജൂതനാവുക അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവുക, അപ്പോഴേ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടൂ. ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫ. അള്ളാഹ് അതിന് കൊടുത്ത മറുപടി, അല്ല, ഇബ്രാഹിമി മില്ലത്താണ് പിന്തുടരേണ്ടത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. ഇവിടെ ഒരു ആയത്തിൽ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ലല്ലദീന തബഉഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ എന്ന ആയത്തിൽ ഒരു ചെറിയ ഭാഗത്ത് പോലും ജൂതന്മാരെയോ ക്രിസ്ത്യാനികളെയോ പരാമർശിച്ചില്ല. ഏതിൽ? ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ പ്രവാചകനിൽ വിശ്വസിച്ചവരും ഈ പ്രവാചകനിൽ വിശ്വസിച്ചവരുമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും പെടും എന്ന് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല. അപ്പം അത്ര കണിശമായി ഈ വിഷയത്തെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അള്ളാഹുവിൻ്റെ ദീനല്ലാത്തതിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അങ്ങനെ വല്ലവരും അത് അന്വേഷിക്കുന്നുവെങ്കിൽ, അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് അത് സ്വീകരിക്കില്ല. ഇനി എന്താ സംശയം? ഞാൻ ഇത്രയും കണിശമായി ഇത് പറയാനുള്ള കാരണം, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലൂടെ ഇത്തരം പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളും എല്ലാ വേദങ്ങളും ശരിയാണ് എന്ന ഒരു വിചാരം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരോടും, നമുക്ക് ആരോടും ശത്രുതയൊന്നുമില്ല, അങ്ങനെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള, വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഖുർആൻ ഈ വിഷയം പറഞ്ഞിടത്താണ് വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സൂറത്ത് ആൽ ഇംറാനിൽ തന്നെ ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്, വൽ മലായികത്തു വ ഉലുൽ ഇൽമ്, മലായികത്തുകളും വിജ്ഞാനം നൽകപ്പെട്ടവരും അങ്ങനെ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. ഖായിമൻ ബിൽ ഖിസ്ത്, അല്ലാഹു ഈ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കുന്നത് നീതി പുലർത്തിക്കൊണ്ടാണ്, നീതി നിലനിർത്തിക്കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹക്കീം, അവനല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ഇലാഹ് ഒരു ആയത്തിൽ തന്നെ 2 പ്രാവശ്യം ആവർത്തിക്കാണ്. അവൻ അസീസും ഹക്കീമുമാണ്, അജയ്യനും യുക്തിജ്ഞാനുമാണ്. ആ ആയത്തിൻ്റെ കൂടെയാണ് ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ ദീന് ഇസ്ലാമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ദീന് ഇസ്ലാമാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ദീനിൻ്റെ കൂടെയാണ് നാം ജീവിക്കേണ്ടത്. അതാണ് ദീനായി നാം ഉൾക്കൊള്ളേണ്ടത്. പ്രവാചകന്മാർ അഖിലവും പ്രബോധനം ചെയ്തത് ഈ ദീനാണ്. പ്രവാചകന്മാരും സഹാബത്തും കഷ്ടപ്പെട്ടും ദാവത്ത് യാത്രകൾ നടത്തിയതും ഈ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ്. അവർ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയത് ഈ ദീനനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളും ഈ ഇബ്രാഹിമി മില്ലത്തിൻ്റെ കൂടെ, ദീനിൻ്റെ കൂടെ ജീവിക്കുക, തെറ്റിപ്പോകാതിരിക്കാൻ ജാഗ്രത കാണിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഏറ്റവും വിശിഷ്ടമായ പവിത്രമായൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് 15-ാം തീയതിയായി. കലണ്ടർ പ്രകാരം 18-ാം തീയതി ഉൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തെക്കുറിച്ച് പറയുന്നത്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഉൽഹിജ്ജ ആദ്യത്തെ 10 ദിവസത്തെ ഫളായിലാണ് ഈ ഹദീസിൽ പറയുന്നത്. ആ 10 ദിവസങ്ങൾക്ക് തുല്യമായ ദിവസങ്ങൾ ഇല്ല. ഏറ്റവും പവിത്രമായ, ഏറ്റവും ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന 10 ദിവസങ്ങളാണത്. ഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ജിഹാദ് ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ആ ജിഹാദിന് പോലും മറ്റു മാസങ്ങളിൽ ഈ ജിഹാദ് നിർവഹിക്കുന്നതിന് ഈ 10 ദിവസത്തെ ശ്രേഷ്ഠതയില്ലേ എന്ന് ചോദിക്കുകയാണ് അവർ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഈ 10 ദിവസത്തെ സൽക്കർമ്മങ്ങൾക്ക് തുല്യം നിൽക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ ഇല്ലാ റജുലിൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. എന്നാൽ ഒരു ജിഹാദ് അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതേതാ ജിഹാദ്? ഒരാൾ തൻ്റെ ശരീരവുമായി തൻ്റെ സമ്പത്തുമായി ജിഹാദിന് പുറപ്പെട്ടു, എന്നിട്ട് തൻ്റെ സമ്പത്തോ ശരീരമോ തിരിച്ചു വന്നില്ല. അയാൾ ഷഹീദായി. അയാളുടെ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ആ ജിഹാദ് ഈ 10 ദിവസങ്ങളിലെ അമൽ സ്വാലിഹാത്തിനേക്കാളും മികച്ചു നിൽക്കുന്നു. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകമായ ഇബാദത്തുകളോ പ്രത്യേകമായ അമൽ സ്വാലിഹാത്തോ സുന്നത്തായി കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ സാധാരണ നാം ചെയ്യുന്ന അമൽ സ്വാലിഹാത്തുകളും മറ്റു ഇബാദത്തുകളും ആ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായി മാറും എന്നാണ്. അതുകൊണ്ട് നമസ്കരിക്കുന്നതിൽ കുറച്ചും കൂടെ ശുഷ്കാന്തി കാണിക്കുക, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ ജാഗ്രത കാണിക്കുക, സുന്നത്ത് നോമ്പുകൾ തിങ്കളാഴ്ച വ്യാഴാഴ്ച പോലെയുള്ള സുന്നത്ത് നോമ്പുകൾ നിർവഹിക്കുക, മറ്റു പ്രാർത്ഥനകൾ നിർവഹിക്കുക, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക, സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. ഇത് ആ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലായി മാറും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന കുറേ ഓഫറുകളാണ്. നമ്മുടെ ജീവിതത്തെ തിരുത്താൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിൻ്റെ റിദ സമ്പാദിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹല്ലത്തിൽ ഉലൂഹിയ്യത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഫോക്കസ് ഇന്ത്യയുടെ ആ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാവുന്നതാണ്. 5000 രൂപയാണ് ഒരു വിഹിതത്തിന് വില നിശ്ചയിച്ചത്. കേരളത്തിന് പുറത്താണ് ആ പ്രവർത്തനങ്ങൾ. അവിടെ ഉരുവിന് അല്പം കൂടെ വില കുറഞ്ഞ ഒരു സ്ഥിതിക്കാണ്. ഒരു ഉരുവിന് പൂർണ്ണമായും നൽകുന്ന ആളുകൾ 25,000 രൂപയാണ് നൽകേണ്ടത്. ഒരു ആടിനെയാണ് നൽകുന്നതെങ്കിൽ 10,000 രൂപയാണ് നൽകേണ്ടത്. ഇനിയും അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്ന ഒരു അമൽ സ്വാലിഹാത്തായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ നമസ്കാരവും നോമ്പും പാഴായി പോകാതിരിക്കാൻ ജാഗ്രത കാണിക്കുകയും അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ. പിശാച് എപ്പോഴും നമ്മെ ഇതിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സക്രാത്തുൽ മൗത്തിൻ്റെ സന്ദർഭത്തിൽ പോലും പ്രതീക്ഷയോടുകൂടി പിശാച് ആ ശ്രമങ്ങൾ തുടരും. അപ്പോഴൊക്കെയും ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുക, ഇസ്ലാമായി ജീവിക്കാൻ ശ്രമിക്കുക, പ്രമാണങ്ങൾക്കനുസരിച്ച് ഈ ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, കൂടെ പ്രവർത്തിച്ചിരുന്നവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും നാളെ അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.